നജീബിനുണ്ടായ ബുദ്ധിമുട്ടിന്റെ കഥ ഇനിയും ആർക്കും ഉണ്ടാകില്ല എന്ന് വെച്ച് പറഞ്ഞ ബെന്യാമിന്റെ ആടുജീവിതം. ഇത് കുറെ വർഷത്തിന്റെ കാത്തിരിപ്പിന്റെയും ബുദ്ധിമുട്ടും കഷ്ടപ്പാടിനു ശേഷം ഇനിയും ഒരു വരവുണ്ടെങ്കിൽ അറിയാവുന്നത് കൊണ്ട് അവരുടെ കംപ്ലീറ്റ് ഔട്ട്പുട്ട് ഇതിനു വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എല്ലാ അപ്ഡേറ്റിലും കാണാൻ കഴിയും, ഈവൻ ലോഗോ പോലും. അങ്ങനത്തെ ഫിലിമാണ് എന്റെ അഭിപ്രായത്തിൽ ട്രെയിലർ റിലീസ് ചെയ്യേണ്ടായിരുന്നു. ബിക്കോസ് ഓൾറെഡി ലീക്ക്ഡ് ട്രെയിലറിൽ തന്നെ എല്ലാം കാണിച്ചു കഴിഞ്ഞു. ദാറ്റ്സ് വൈ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ബട്ട് കണ്ടതിന് ശേഷം ഇറക്കിയത് നന്നായി. ബിക്കോസ് ദിസ് ഈസ് ഗോയിങ് ടു ബി ദ ഗ്രേറ്റസ്റ്റ് സർവൈവൽ എവർ. അതിന് സത്യം പറയാമല്ലോ, ഈ ട്രെയിലർ കണ്ടതിന് ശേഷം ഇച്ചിരി ഹൈപ്പ് കയറിയത്. പിന്നെ ഇതിന്റെ സ്റ്റോറി സ്കൂളിൽ പഠിച്ച ഒരു ഓർമ്മയുണ്ട്. ഈ കഥയിലും നോർമലി എല്ലാത്തിലും കണ്ടിട്ടുള്ളത് പോലെ ഇതിലും നജീബ് സർവൈവ് ചെയ്യും. ഡെസേർട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന ഡേഞ്ചറിൽ നിന്നൊക്കെ ഹൗ വിൽ നജീബ് സർവൈവ്? അത് തന്നെയാ എല്ലാം സർവൈവൽ ഫിലിമിലും ത്രില്ലിംഗ് ആക്കുന്ന എലമെന്റ്. അതുകൊണ്ടാണ് ഇത് അവാർഡ് പടമാണെങ്കിലും കാണാൻ തോന്നിപ്പിക്കുന്നതൊന്ന്. എന്തായാലും എനിക്കെന്തോ വല്ലാത്ത പ്രതീക്ഷ തോന്നുന്നു. ഇപ്രാവശ്യത്തെങ്കിലും ചാമ്പ്യൻഷിപ്പ് നമുക്ക് തന്നെ കിട്ടുമെന്നൊരു തോന്നൽ. എന്താ കുഞ്ഞവറാൻ സാറിനൊരു ചിരി? നമുക്ക് കപ്പ് കിട്ടുന്ന കാര്യം ഓർത്ത് ചിരിച്ചു പോയതാ. അത് കപ്പ് കിട്ടിയതിന് ശേഷം പോലെ അപ്പോഴും ചിരിക്കാം. ഈ നാളിനോടൊന്നും മിണ്ടാതിരിക്കാൻ വല്ല കാര്യമുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ അതൊരു അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന അത്തരത്തിൽ അപ്പീലുള്ള ഒരു സിനിമ ആവണമെന്ന തരത്തിൽ തന്നെയാണ് ഇന്നോളം വർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കപ്പെടുമെന്ന് തന്നെയാണ് എനിക്ക് ഇപ്പോഴും എൻ്റെ വിശ്വാസം. ഇതെല്ലാം എപ്പടി സാധ്യമെന്ന് യോസിക്കാതിങ്ങ. തമ്പുരാനിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മുന്നിൽ അധ്യായമുണ്ടെങ്കിൽ പിന്നിൽ കണിമംഗലത്തുകാർ മുഴുവനുണ്ടാവും. എന്നാ കളി തുടങ്ങിയാലോ? ബൈ, ഞങ്ങൾ റെഡിയാണ്.